മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രായമായ മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമായി തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ആ അമ്മ ഒരു ഭാഗ്യമായി, ഭാരമല്ല ഭാഗ്യമായി, അനുഗ്രഹമായി മക്കൾ കരുതുന്ന ഒരു നല്ല കുടുംബം. അപ്പോൾ ആ കുടുംബം ഏതാണെന്ന് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും. പാലാ രൂപതയിലെ പൂവത്തോട് സെൻറ് തോമസ് പള്ളി ഇടവകയിൽപ്പെട്ട തെങ്ങുംപള്ളി കുന്നേൽ മറിയക്കുട്ടിയുടെ വീടാണ്. 94 വയസ്സുണ്ട് അമ്മയ്ക്ക് ദൈവം 3 മക്കളെ നൽകി, 2 ആൺമക്കളും ഒരു മോളും. ഈ അമ്മയെ, പിതാവ് മരിച്ചിട്ട് 22 വർഷം കഴിഞ്ഞു, ഈ അമ്മയെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ്. ഇത്രയും കെട്ടുറപ്പും സ്നേഹവും ശ്രദ്ധയും കരുതലും കാവലുമുള്ള ഒരമ്മയും നല്ല വിശ്വാസ ചൈതന്യത്തിൽ വളർത്തിയ ആ നന്മ മക്കളിലും, ആ നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തെങ്ങുംപള്ളിക്കുന്നേൽ മറിയക്കുട്ടി ജോർജിന്റെ ഭവനം. കോട്ടയം ജില്ലയിലെ പൂവത്തോടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് തോമസ് ചർച്ച് പൂവത്തോടാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് മറിയക്കുട്ടി ജോർജ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. എൻ്റെ പേര് ബേബിച്ചൻ. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകനാണ്. എൻ്റെ ഭാര്യ അംബി ജോർജ് അഞ്ചേരി കുടുംബാംഗമാണ്. എൻ്റെ മൂത്ത മകൾ റിയ ജോ, ഹസ്ബൻഡ് ജോ. 2 മക്കൾ അവർക്കുണ്ട്, എലോറയും ജേക്കും. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ ആൻറ്റൺ ജോർജ്. ആൻറ്റൻ്റെ ഭാര്യയാണ് ദിവ്യ ജോയി. എനിക്ക് 3 മക്കളാണ്. അതിൽ മൂന്നാമത്തെ മോള് ഇപ്പം ജർമ്മനിയിലാണ്. അവളുടെ പേര് അൽഫോൻസ ജോർജ്. ഹസ്ബൻഡിൻ്റെ പേര് ഷോൺ ടോം. ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ എൻ്റെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് എൻ്റെ ചാച്ചനെ പറ്റിയാണ്. എൻ്റെ ചാച്ചൻ ഒരു അധ്യാപകനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ചാച്ചൻ ഞങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ഒരു സമയത്ത് അമ്മച്ചിയായിരുന്നു വീട് മൊത്തം നോക്കുന്നത്. അമ്മച്ചി വീട്ടു ജോലിയും പറമ്പിലുള്ള ജോലിയും എല്ലാം ചെയ്ത് ഞങ്ങളെ വളരെ അന്തസ്സോടെ ഞങ്ങളെ സ്കൂളിൽ വിടുന്നത്. അന്ന് പൈപ്പ് വെള്ളമോ ഒന്നുമില്ല. നമ്മൾ കിണറ്റിൽ നിന്ന് അമ്മച്ചി വെള്ളം കോരിക്കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ മക്കൾ പോകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അമ്മച്ചി കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഞങ്ങളെ 3 പേരെയും കുളിപ്പിച്ച് വളരെ നല്ല തേച്ച് മിനുക്കിയ ഡ്രസ്സ് ഇട്ട് ഞങ്ങളെ സ്കൂളിൽ വിടുകയുള്ളായിരുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്നേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ് തീരത്തില്ല അമ്മച്ചിയുടെ സ്നേഹം. അമ്മച്ചി തന്ന സ്നേഹം എന്താണെന്ന് എങ്ങനെ അവതരിപ്പിക്കും, വാക്കുകളിൽ കൂടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തമ്മിലുള്ള സഹോദര സ്നേഹം, പങ്കിടൽ സ്നേഹം,
ദൈവകൃപയിൽ വളർന്നു വരാനുള്ള ഇൻസ്പിറേഷൻ ഇതെല്ലാം ഞങ്ങൾക്ക് തന്നത് അമ്മച്ചിയാണ്. ഞങ്ങളുടെ ജീവിതം തുടങ്ങി ഞങ്ങൾ വലുതായി തുടങ്ങി കഴിയുമ്പോൾ വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിയുമ്പം, എടാ വരട്ടെ, നമ്മുടെ അവിടെ ഈശോ ഉണ്ട്, നീ കൊന്ത ചെല്ലടാ, നീ കൊന്ത ഇന്നേ വരെ ഞങ്ങൾ കഴുത്തേന്ന് ഊരി വെക്കാനായിട്ട് ഞങ്ങളുടെ മനസ്സനുവദിക്കാത്ത ഞങ്ങളുടെ അമ്മച്ചിയുടെ ശിക്ഷണമാണ്. അതുപോലെ തന്നെ ഷെയറിങ്. ഞങ്ങൾ 3 സഹോദരങ്ങൾ തമ്മിലും ഒരു കാര്യത്തിനും ഇന്നേ വരെ ഈ നിമിഷം വരെ ഒരു വഴക്കോ വക്കാനോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. അമ്മച്ചിയും ആച്ചാച്ചനും ഒരേ കൊടക്കീഴിൽ ഞങ്ങളെ 3 പേരെയും ഇവരെ 3 പേരെയും വളരെ സ്നേഹത്തോടും പങ്കുവെക്കലിലുമാണ് വളർത്തിയെടുത്തത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അമ്മച്ചി ഞങ്ങൾക്ക് വല്ല രോഗങ്ങളും വരുവാണെങ്കിൽ സ്വന്തം മക്കളെക്കാൾ ഉപരിയായി ഞങ്ങളെ വളരെയധികം ശുശ്രൂഷിച്ചായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആ സ്നേഹം എന്നും തുടർന്നു പോകണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ പേര് ബോസ്. എൻ്റെ ഭാര്യ ജമിനി. ഞാനാണ് തറവാട്ടിൽ അമ്മച്ചിയുടെ കൂടെ താമസിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 33 വർഷമായി. 33 വർഷവും ഇവള് അമ്മച്ചിയുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ അമ്മച്ചി അത്രയും കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാലും ശരി, ഒരു ബുദ്ധിമുട്ട് ഏത് തലത്തിൽ വന്നാലും ശരി, അമ്മച്ചി അത്രയും ധൈര്യം തരുന്ന ഒരു അമ്മച്ചിയായിട്ട് ഞങ്ങളുടെ എപ്പോഴും ഉണ്ട്. അമ്മച്ചി രോഗമായിട്ട് കിടപ്പായിട്ട് 2.5 വർഷമായി. ആ 2.5 വർഷം യൂറിൻ ട്യൂബൊക്കെ ഇട്ട് കിടക്കുകയാണ്. വീൽ ചെയറിൽ വരും, കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യിക്കണം. അപ്പോൾ എൻ്റെ ഭാര്യ അത് വളരെ ഹൃദയസ്പൃക്കായിരുന്നു പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ട് പോലും വേണ്ട, അത് ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ മനസ്സിൽ അതുപോലെ സന്തോഷം തിക്കുമുട്ട് വരുന്ന രീതിയിൽ അവൾ നോക്കുന്നുണ്ട്. ഏത് കാര്യത്തിലും അമ്മച്ചിയുടെ കാര്യത്തിൽ അതുപോലെ അവൾ പരിചരിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്. അവർ ആഴ്ചയിൽ ഒന്നെങ്കിലും വരും, പിന്നെ അമ്മച്ചിയുടെ അടുത്ത് ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞേ പോവുള്ളൂ. ആ ഒരു യൂണിറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ കെട്ടുറപ്പുള്ളതാണ്. ആ കെട്ടുറപ്പിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ജയപരാജയങ്ങൾ വന്ന ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട്. അതെല്ലാം അതിജീവിച്ച് ഞങ്ങൾ നിൽക്കുന്നത്. അമ്മച്ചിയുടെയും എൻ്റെ അപ്പൻ മരിച്ചിട്ട് 22 വർഷമായി. അപ്പൻ്റെ ഓർമ്മകൾ ഇപ്പം വന്നാലും ഞങ്ങളുടെ മനസ്സിൽ അതുപോലെ സന്തോഷം കയറി വരും. അപ്പൻ അതുപോലെ കരുതലിലാണ് ഞങ്ങളെ വളർത്തിയത്. ഒരിടത്തും ഒരു പരാജയത്തിൻ്റെ വഴി വന്നാൽ നീ ധൈര്യമായിട്ട് പൊക്കോ മുന്നോട്ട്, നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാം എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് ഞങ്ങൾ പല പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുണ്ട്. പിന്നെ മക്കൾ 2 പേരാണ് ആണുങ്ങൾ. ഒന്ന് ബോണി, രണ്ടാമത്തേത് ബോണിയുടെ ഭാര്യ മിൻറ്റു. ബോണി കോളേജിൽ പഠിപ്പിക്കുന്നു, മിൻറ്റു PhD ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ആൽഫിൻ, അവന് CAയുടെ ഫൈനൽ ഇയറിന് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ബോണിക്ക് 3 മക്കളാണ്. എവലിൻ, അവൾ LKGയിൽ പഠിക്കുന്നു. രണ്ടാമത്തേത് യദാനിയൽ, അവന് KGയിൽ പഠിക്കുന്നു. ഇളയ കൊച്ചിന് എലൈൻ, അവൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ. അവളുകൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ ഇതെല്ലാം ഒരു ഹോം നേഴ്സ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ അത് ദൈവത്തിന് സമർപ്പിച്ച് ഞങ്ങൾ ചെയ്യുകയാണ്. അമ്മച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി നല്ല ദൈവഭക്തിയുള്ളൊരമ്മയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ആര് ഈ വീട്ടിൽ കയറി വന്നാലും അമ്മച്ചിയുടെ ആതിഥ്യ മര്യാദ ഭയങ്കരമാണ്. ആര് വന്നാലും അവരെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ അമ്മച്ചി എപ്പോഴും മുന്നിൽ തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ട്. അമ്മച്ചി ഏത് സാഹചര്യത്തിലും പതറത്തില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്കും അത് ധൈര്യം പകർന്നു തരുന്നുണ്ട്. ഈ കിടക്കുന്ന അവസ്ഥയിൽ പോലും അമ്മച്ചി ഞങ്ങളെ ഒത്തിരി കരുതലോടുകൂടിയാണ് കരുതുന്നത്. ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴും ചോദിക്കും, മോളെ നീ ഭക്ഷണം കഴിച്ചോ, നന്നായിട്ട് നീ ഭക്ഷണം കഴിക്കണം, നിന്റെ ആരോഗ്യം നീ നോക്കണം എന്നൊക്കെ അമ്മച്ചി ഞങ്ങളോട് വളരെ കാര്യമായിട്ട് പറയാറുണ്ട്. എൻ്റെ പേര് റാണി. ഞാനിവിടുത്തെ അമ്മച്ചിയുടെ അച്ഛൻ്റെ ഇളയ മോള്. 3 മക്കളിൽ ഇളയ മകള്. എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് അരുപത്ര മേക്കാട്ട് വീട്ടിലാണ്. എനിക്ക് 2 ആൺകുട്ടികൾ. മൂത്തവൻ അപ്പുണ്ണി, അവൻ്റെ ഭാര്യ ട്രീസ, കൊച്ച് ആദം, രണ്ടാമത്തെ മകൻ എഡ്വിൻ, അഞ്ചല. അവർ ന്യൂലി മാരീഡ്, ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇനി എൻ്റെ അമ്മച്ചിയുടെ അച്ഛൻ്റെയും കാര്യങ്ങൾ. അവർ എനിക്ക് ഒത്തിരി കെയർ തന്ന്
ആണ് എന്നെ വളർത്തുകൊണ്ട് വന്നത്. ഇപ്പോഴും അതെ, എൻ്റെ ബ്രദേഴ്സ് എനിക്ക് നല്ല കെയർ തരും. അവർ കെയർ തന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. പിന്നെ അമ്മച്ചി പള്ളിയിൽ പോകാൻ അമ്മച്ചി നിർബന്ധമാണ്. ഇപ്പോഴും നല്ല കയറി. ഇപ്പം വന്ന് കയറിപ്പോൾ എന്നെ ചോദിച്ചോളൂ, നീ എന്താ മെലിഞ്ഞു പോകുന്നത്, നിനക്ക് വല്ല ക്ഷീണമുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാനെന്നെ കെട്ടിച്ചു വിട്ടെങ്കിലും ഇവിടുന്ന് പോയി എന്നൊരു ചിന്ത എനിക്കില്ല. വീട്ടിൽ ഇന്ന് ഞാൻ ആഴ്ചയിൽ അമ്മച്ചിയുടെ അടുത്ത് വരും. പക്ഷെ എനിക്ക് അമ്മച്ചിയെ നോക്കാനുള്ളൊരു ആരോഗ്യക്കുറവുണ്ട്. പിന്നെ എൻ്റെ നാത്തൂന്മാരും അവരെല്ലാം എന്നെ സ്വന്തം സഹോദരിയെ പോലെയാണ് നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഫ്രീഡം തരുമായിരുന്നു. ആങ്ങളന്മാർ പോകുന്ന പോലെ തന്നെ നടക്കാനുള്ള ഫ്രീഡം ഫാദർ തരും. അമ്മച്ചി ഇച്ചിരി പിടിക്കുമായിരുന്നു, നീ പെൺകൊച്ചാണ്, വേറെ വീട്ടിൽ പോകേണ്ടതാണ്, പിന്നെ അതിനുള്ള അടക്കമൊതുക്കത്തിൽ നീ ജീവിക്കണം, ആണുങ്ങളുടെ കൂട്ട് തുള്ളൽ എന്നൊക്കെ പറയുമെങ്കിലും ആച്ചൻ അതിനുള്ള ഫ്രീഡം തരുമായിരുന്നു. പക്ഷേ അമ്മച്ചി നല്ലപോലെ വളർത്തു. ഞാൻ കെട്ടിച്ച വീട്ടിൽ നന്നായിട്ട് ജീവിച്ചു പോകുന്നു. പേരൻസിനൊക്കെ ഇഷ്ടമാണ്. എൻ്റെ പേര് ഡെന്നിസ് മാത്യു. ഞാൻ അരുവിത്തറ ഇടവക മേക്കാട്ട് കുടുംബത്തിലുള്ള ആളാണ്. എൻ്റെ ഫാദറും ഇവിടുത്തെ ആച്ചാച്ചനും ഒരുമിച്ച് സെൻറ് തോമസ് കോളേജിൽ പഠിച്ചതാണ്. ഞാൻ ഈ റാണിയെ വിവാഹം കഴിക്കാനായിട്ട് ആലോചനയുമായിട്ട് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഒരുമിച്ച് പ്രീ ഡിഗ്രിക്ക് അരുവിത്തറ സെൻറ്റ് ജോർജസ് കോളേജിൽ പഠിച്ചതാണ്. ഇവിടുത്തെ അമ്മച്ചിയിലെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, അമ്മച്ചി ഏത് നേരം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ആച്ചാച്ചനും അമ്മച്ചിയും എനിക്ക് നൽകിയിരിക്കുന്ന സ്നേഹം അതുപോലെയുള്ള സ്നേഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. അമ്മച്ചി എപ്പോഴും എന്നെയും റാണിയെയും കുടുംബത്തെയും ഒരുപോലെ സ്നേഹിച്ച് ഇപ്പോഴും ഈ രോഗാവസ്ഥയിലും അമ്മച്ചി ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും റാണിയെ എപ്പോഴും ഇവിടെ കൊണ്ടുവിടണം, റാണിയെ എനിക്ക് കാണണം, റാണി ഇവിടെ താമസിക്കണം എന്നൊക്കെ പറയും. അമ്മച്ചിയുടെ ആച്ചാച്ചൻ്റെ ആ സ്നേഹം അത്ര വലുതാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 11 വർഷമായി. അമ്മ മരിച്ച എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ ഇവിടുത്തെ അമ്മച്ചി, റാണിയുടെ അമ്മച്ചി എനിക്ക് ആ സ്നേഹം തന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. ആച്ചാച്ചൻ അതുപോലെ സ്നേഹനിധിയായൊരു മനുഷ്യനാണ്. അപ്പച്ചൻ്റെ മകനാന്ന് പറഞ്ഞപ്പം വിവാഹത്തിന് ഒരു തടസ്സവും പറയാതെ തന്നെ ആച്ചാച്ചൻ ഞങ്ങളെ ഒരുമിപ്പിക്കുകയായിരുന്നു. ആച്ചാച്ചൻ്റെ അമ്മച്ചിയുടെ ആ സ്നേഹം അത്ര വലുതാണ്. മധുരം ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. എൻ്റെ പേര് റിയ. ഞാൻ ഈ വീട്ടിലെ മൂത്ത പേരക്കുട്ടിയാണ്. ഞങ്ങൾ താമസിക്കുന്ന എറണാകുളത്താണ്. എല്ലാ അവധിക്കും ഈ വീടിനെ കുറിച്ച് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ അവധിക്കാലവും സ്പെൻഡ് ചെയ്തൊരു വീടാണിത്. അമ്മച്ചിയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഡോറ് തുറന്ന് വരുന്ന പ്രതീക്ഷയോടെ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു അമ്മച്ചീനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയെക്കുറിച്ച്. മക്കളെ വാടിയും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു അമ്മച്ചിയും ആച്ചനും. അപ്പച്ചൻ മരിച്ചിട്ട് 22 വർഷമായി. എന്നാൽ പോലും അമ്മച്ചിയുടെ ആ വാത്സല്യത്തിനും ഈ വീട്ടിലെ ഒരു കൂട്ടായ്മയും എല്ലാം ഒരുപോലെ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾ പേരക്കുട്ടികൾ പഠിച്ചൊരു കാര്യം. അതുപോലെ തന്നെ അമ്മച്ചിക്ക് 3 മക്കളാണ്. 3 മക്കളാണ് ഈ ഇരിക്കുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല. ഞങ്ങൾക്കതൊരു സ്വന്തം ചോര എന്നുള്ളൊരു സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു സ്നേഹം അങ്ങോട്ട് പങ്കിടലും സ്നേഹവുമാണ് ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ദൈവഭക്തി. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ അവധിയാണെങ്കിലും ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ വിടുക എന്നുള്ളത് ഒരു മസ്റ്റാണ്. അന്ന് ഞങ്ങൾക്ക് കുറച്ച് കുറുമ്പ് ഒക്കെ കാണിച്ച് ഞങ്ങൾക്ക് ദേഷ്യം വരുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകണമല്ലോ. പക്ഷേ പിന്നീട് അത് ഞങ്ങൾ വലുതായപ്പോഴാണ് അതിൻ്റെ ഒരു അനുഗ്രഹവും അത് ഞങ്ങളുടെ ലൈഫിൽ എത്രത്തോളം പ്രതീക്ഷകളും നന്മകളും നൽകിയെന്ന് പഠിച്ചത്. എൻ്റെ പേര് ബോണി. ഞാൻ അമ്മച്ചിയുടെ 2ാമത്തെ മകൻ ബോസിൻ്റെ മൂത്ത മകനാണ്. ഞങ്ങളാണ് ഇവിടെ അമ്മച്ചിയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നത്.
ഞാൻ അമ്മച്ചിയെ പറ്റിയും അച്ചാച്ചനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞങ്ങളിവിടെ എനിക്കൊരു അനിയനാണുള്ളത്. പക്ഷെ എന്നിരുന്നാലും അമ്മച്ചിയുടെ പേരക്കുട്ടികൾ ഞങ്ങൾ 7 പേരുണ്ട്. 7 പേരെയും ഒരുപോലെ തന്നെയാണ് അമ്മച്ചി വളർത്തിക്കൊണ്ട് വന്നതും. ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു സ്നേഹബന്ധത്തിൽ, നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് വീടുകൾക്കൊന്നും ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ പരിമിതമായ ആ ഒരു സൗകര്യത്തിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പേരൻസിൻ്റെ മക്കളെ പോലെയാണ് ഞങ്ങൾ 7 പേരും വളർന്നു വന്നത്. അത് അങ്ങനെ ആയിരിക്കാൻ അമ്മച്ചി അച്ചാച്ചനും പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മച്ചിയുടെയും അച്ചാച്ചൻ്റെയും വലിയൊരു നന്മയാണ് നമ്മളെ എല്ലാവരെയും പ്രാർത്ഥനയെ വളർത്തി എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാൻ വളരെ ഓർക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മാക്സിമം കുർബാന മുടക്കാതെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. അത് ചെറുപ്പത്തിൽ അമ്മച്ചി അച്ചാച്ചനും തന്നൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് സാഹചര്യം വന്നാലും നമ്മൾ കുർബാനയിൽ പങ്കെടുത്ത് അത് സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാനസിക റിലീഫ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അത് ഇന്നും എനിക്കുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം വന്നു കഴിയുമ്പോഴേക്കും തിരുസ്വരൂപത്തിന് മുമ്പിൽ അല്ലെങ്കിൽ കുർബാനയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്കതിനൊരു ഉത്തരവും അതിനൊരു പരിഹാരം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുർബാന മുടക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. അത് അമ്മച്ചി അച്ചാച്ചനും ചെറുപ്പത്തിൽ തന്നൊരു ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ പള്ളിയിലും അൽത്താല ബാലനായിട്ടും SMYയും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് വന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ജോലി ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകനായിട്ട് മാറാൻ എന്നെ സഹായിച്ചതെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ അമ്മച്ചിയെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പേരൻസിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് എപ്പോഴും ഓടിച്ചെല്ലുന്നത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്താണ്. കാരണം അവർ എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് ഓക്കെ പറയുന്നൊരു സ്വഭാവക്കാരാണ് സാധാരണ ഗ്രാൻഡ് പേരൻസ്. പക്ഷെ അമ്മച്ചി അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, നമ്മളെ സ്നേഹിക്കും, അതുപോലെ തന്നെ ശാസിക്കേണ്ട സമയങ്ങളിൽ ശാസിക്കുക എന്നൊരു കാര്യം കൂടി അമ്മച്ചിക്കുണ്ട്. കാരണം മക്കൾക്ക് സ്നേഹം മാത്രം കൊടുത്ത് അവരെ തോന്നിയ പോലെ വിടുന്ന ഒരു രീതിയല്ല, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തേണ്ട സമയത്ത് തിരുത്തുന്ന ഒരു പ്രത്യേകതയും കൂടെ ഞങ്ങളുടെ അമ്മച്ചിക്കുണ്ട്. അപ്പം ഇതാണ് ഞങ്ങൾക്ക് അമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മ. താങ്ക് യു. എൻ്റെ പേര് അർജുൻ. ഞാൻ അമ്മച്ചിയുടെ മോളുടെ മൂത്ത മോനാണ്. എൻ്റെ അമ്മച്ചിയെ പറ്റിയുള്ളതും ഈ കുടുംബത്തെ പറ്റിയുള്ള ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു 2 ദിവസം അവധി കിട്ടിയാൽ എന്നെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാനും ഞങ്ങൾ കൊച്ചുമക്കളെല്ലാം കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്താണ്. അതിൽ പല പല കാരണങ്ങളിനാലും വരാൻ പറ്റെങ്കിലും എപ്പോൾ ഒരു ദിവസം 2 ദിവസം ഉണ്ടെങ്കിലും ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന അമ്മച്ചിയാണ്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളോട് ചെറുപ്പം മുതൽ അമ്മച്ചി പറഞ്ഞു തരും, നിങ്ങൾ 7 പേരക്കുട്ടികളും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന്, എല്ലാവർക്കും പരസ്പരം പല മേഖലയിലായിരിക്കും, പക്ഷെ എങ്കിലും ഒരു വിഷയം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് അത് സോൾവ് ചെയ്യണം. അത് ഞങ്ങളിപ്പോഴും അത് കറക്റ്റായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു. അപ്പം അതിന് വേണ്ട ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ പല ഇവിടെയുള്ള ബോണിയും ആൽഫിനും ഇവിടെ ഉള്ളവരെല്ലാം കൂടിയാണ് മറ്റു കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളത് ചെയ്തത്. ഞാനൊരു വരാൻ പറ്റാത്തൊരു ചെറിയ സാഹചര്യം ഉണ്ടായതുകൊണ്ട് ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അതിനുള്ളൊരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മച്ചി ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് തന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ അമ്മച്ചിയുടെ ഇളയ മകൾ റാണിയുടെ ഇളയ മോനാണ്. പേരക്കുട്ടികളുടെ ഏറ്റവും ഇളയതാണ്. ഇന്നലെ ആയിരുന്നു എൻ്റെ കല്യാണം. ആഞ്ചല എൻ്റെ ഭാര്യയാണ്. അപ്പം എല്ലാവരും ഇവിടെ അമ്മച്ചിയെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, എനിക്കൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് സമയത്ത് ഒരു മഞ്ഞപ്പിത്തം പോലെ ഒരു പനി വന്നു. അപ്പം ചാച്ചിക്കും അമ്മയ്ക്കും ജോലി ഉള്ളതുകൊണ്ട്, പിന്നെ അപ്പം അവർക്ക് അൺപെയ്ഡ് ലീവ് കിട്ടുന്നതുകൊണ്ട് അമ്മച്ചി എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി, പനിയെല്ലാം നോക്കി. അമ്മയെപ്പോലെ തന്നെ അമ്മച്ചി എന്നെ പരിഗണിച്ചു. പിന്നെ അമ്മച്ചിയെ പറ്റി പറയുമ്പോൾ, അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. അപ്പം നമ്മളെയും പ്രാർത്ഥിപ്പിക്കാൻ ഭയങ്കരമായിട്ടും പ്രേരിപ്പിക്കും. പക്ഷെ അത് ബാക്കിയുള്ളവർ ഫോഴ്സ് ചെയ്യണ പോലെ അല്ല. അമ്മച്ചി കുറേ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയിലേക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്തിയാണ് അമ്മച്ചി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. എൻ്റെ പേര് മിൻറ്റു. ഞാൻ ബോണിയുടെ വൈഫാണ്. ഞങ്ങളിവിടെ അമ്മച്ചിയുടെ കൂടെ ഈ തറവാട്ടിലുള്ള ആളുകളാണ്. ഞാനിവിടെ കെട്ടിക്കയറി വന്നതാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ കുട്ടി പോലെ തന്നെയാണ് അമ്മച്ചി എന്നെ കൺസിഡർ ചെയ്യുന്നതും. എപ്പോഴും എൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ കാര്യം എല്ലാം അമ്മച്ചി വളരെ ശ്രദ്ധാപൂർവ്വമാണ് എല്ലാ ദിവസവും ചോദിക്കുന്നത്. ഞങ്ങൾ കോളേജിൽ പോയോ, തിരിച്ചു വന്നോ, കാപ്പി കുടിച്ചോ, ഫുഡ് കഴിച്ചോ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും അമ്മച്ചിക്ക് ഭയങ്കര ശ്രദ്ധയാണ്. ഞങ്ങളുടെ കുട്ടികൾ ഉറങ്ങിയോ, കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അമ്മച്ചി എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വീൽ ചെയറിൽ തന്നെ വരും. ഞങ്ങളുടെ കുട്ടികളുടെ കൂടി ഇരുന്ന് തന്നെയാണ് അമ്മച്ചി ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അമ്മച്ചിക്കും ഭക്ഷണം കൊടുക്കുന്നത്. അവരെല്ലാം ശരിക്കും ഞങ്ങളുടെ ഒരു കുട്ടി പോലെ തന്നെയാണ് അമ്മച്ചീനെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും എല്ലാം അമ്മച്ചി ഭയങ്കര ശ്രദ്ധാലുവാണ്. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കുന്നേ പറന്നുയർന്നേ പറന്ന് പറന്ന് പോകുന്നേ, സിസ്തിതാവ ദൈവത്തോട് കുരി കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, സിസ്തിതാവ ദൈവത്തോട് കുരി കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, പറക്കുന്നേ പറന്നുയർന്നേ പറന്ന് പറന്ന് പോകുന്നേ, പറക്കുന്നേ പറന്ന് പറന്ന് പോകുന്നേ. പ്രിയ സഹോദരങ്ങളെ, വലിയൊരു സന്തോഷ അവസരം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. പേരക്കുട്ടി എഡ്വിൻ്റെയും അഞ്ചലയുടെയും വിവാഹം. അവരിന്ന് മരണം വരെയുള്ള അവരുടെ ജീവിതം മധുരിക്കുന്ന അനുഭവമായി തീരുവാനുള്ള ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഈ അമ്മയോട് ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പൂവത്തോട് സെന്റ് തോമസ് ചർച്ച് ഇടവക വികാരി ഒരു നല്ല ഇടയനാണ്. മക്കളെ സ്നേഹിക്കുന്ന, മക്കളോട് കൂടെയായിരിക്കുന്ന, മക്കളെ മനസ്സിലാക്കുന്ന, കരുതലുള്ള ഒരു നല്ല ഇടയൻ. ആ അച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. പാലാ രൂപതയിലെ ഭരണങ്ങാനം അടുത്തുള്ള പൂവത്തോട് സെന്റ് തോമസ് പള്ളി വികാരിയാണ് ഞാൻ. തെങ്കുംപള്ളിൽ കുടുംബത്തിൽപ്പെട്ട 94 വയസ്സുള്ള മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മച്ചി. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയിലുള്ള അവരുടെ ഒരു വിശ്വാസമാണ്. ഈ അമ്മച്ചി ദീർഘകാലം ലീജിയൻ ഓഫ് മേരിയുടെ അംഗമായിരുന്നു. മക്കൾ എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരാണ്. ഈ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും പള്ളിയിൽ വരാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. കെട്ടിച്ചു വിട്ടിരിക്കുന്ന മകളുണ്ട്, ജ്യേഷ്ഠൻ എറണാകുളത്താണ് താമസം. അവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തികളാണ്. ദൈവത്തിലുള്ള ഈ അടിയുറച്ച വിശ്വാസം കൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ അമ്മച്ചിയെ ഒരു വളരെ കാര്യമായിട്ടാണ് നോക്കുന്നത്. മക്കളെല്ലാവരും എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ ഓടിയെത്തുന്നു. അവർ അമ്മച്ചിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. 94 വയസ്സാവുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെയും അമ്മച്ചിക്കുണ്ടാകും. അപ്പോഴെല്ലാം ആശുപത്രി കൊണ്ടുപോകാൻ, കൂട്ടത്തിൽ നിൽക്കാൻ, അമ്മച്ചിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഈ മക്കളെല്ലാവരും ഒന്നിച്ചു വരുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും തിരക്കാണ്. പക്ഷേ അമ്മ എന്ന് പറയുന്നത് അതൊന്നേ ഉള്ളൂ. ആ ഉള്ള അമ്മയെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം, അവരുടെ അതിനുള്ള ആ പരിശ്രമം നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ അമ്മച്ചി ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യം പിടിച്ച അമ്മച്ചിയാണ്. കാരണം മക്കളെ വളർത്താനായിട്ട് അമ്മച്ചി ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ആ കഷ്ടപ്പാടിനൊക്കെയും ഇന്ന് മക്കൾ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. ഇതാണ് തെങ്ങുംപള്ളിക്കുന്നേൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം.
മാറിയ സാഹചര്യത്തിൽ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ എങ്ങനെ ഏത് രീതിയിൽ അവരെ കരുതി സ്നേഹിച്ച് അവരെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന ഒരു നല്ല സന്ദേശം സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ അഭിയോന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് നൽകുന്ന സന്ദേശം ഇപ്പോൾ നമുക്ക് കേൾക്കാം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഇടവക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രവാസികളായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിശ്വാസ തീവ്രതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മക്കൾ കേരളത്തിൽ നിന്ന് പ്രവാസികളായിട്ട് എവിടെ പോയാലും, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് വെളിയിലോ എവിടെ പോയാലും അവിടെയെല്ലാം ഈ നാട്ടിൽ നിന്ന് കിട്ടിയ, വീട്ടിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ കൊണ്ടുപോയി നല്ല വിശ്വാസ ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായൊരു വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് എന്നുള്ള വസ്തുത അടിവരയിട്ട് ഞാൻ സംസാരിച്ചു. ഈ പഠനത്തിൻ്റെയും ജോലിയുടെയും വ്യഗ്രതകൾക്കിടയിലും മാതാപിതാക്കൾ അവരുടെ ജീവിത സായാഹ്നം ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അനുഭവിക്കുന്നത് എന്ന് വരാതിരിക്കാനായിട്ടുള്ള സവിശേഷമായൊരു ശ്രദ്ധ മക്കൾ പുലർത്തേണ്ടതാണ്. ചിലരൊക്കെ അവരുടെ ജോലി രാജിവെച്ച് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായിട്ട് ജീവിതം സമർപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അതല്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും വിധത്തിൽ അവരുടെ രോഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും സന്ദർഭങ്ങളിൽ തങ്ങൾ മക്കളാൽ പരിഗണിക്കപ്പെടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരനുഭവത്തിലേക്ക് മാതാപിതാക്കൾ പോകാതിരിക്കാനായിട്ട് ഉള്ള ഒരു സവിശേഷമായ ശ്രദ്ധ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ദൈവം നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ സ്നേഹപൂർവ്വം വളർത്തിയ മാതാപിതാക്കളെയും മാതാപിതാക്കളെ താല്പര്യപൂർവ്വം ശുശ്രൂഷിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ തെങ്ങുംപള്ളിക്കുന്നേൽ കുടുംബത്തിൻ്റെ വിളക്ക് ഭാഗ്യമായി, അനുഗ്രഹമായി മക്കൾ കരുതുന്ന ഈ അമ്മയുടെ സാന്നിധ്യം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കൾ, അത്ഭുതം തോന്നുകയാണ് എനിക്ക്. ജീവിതത്തിൽ ഇതുപോലെ നല്ല ഒരു സ്വർഗതുല്യമായ അനുഭവമുള്ള കുടുംബം വളരെ ചുരുക്കമാണിന്ന്. കാരണം അത്രമാത്രം സ്നേഹമുള്ള ഒരു കുടുംബം, അത് ഉപദേശിച്ച അനുഭവമല്ല മാതാപിതാക്കൾക്കുള്ളത്, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. മക്കൾ അതാണ് കണ്ടുപിടിച്ചത്. മക്കൾ മാത്രമല്ല, പേരക്കുട്ടികൾ, 4 തലമുറയിൽ എത്തി നിൽക്കുന്ന 26 പേരടങ്ങുന്ന കുടുംബം. ആ കുടുംബം മുഴുവൻ നോക്കുന്നത് ഈ അമ്മയിലേക്കാണ്. മക്കൾക്ക് വേണ്ടി സ്വയം ത്യജിച്ച് അവരുടെ എല്ലാ വേദനകളിലും ഒപ്പം നിൽക്കുന്ന അമ്മ. കൊച്ചു കാര്യങ്ങളിൽ പോലും മക്കളുടെയും പേരക്കുട്ടികളുടെയും മരുമക്കളെയായിട്ട് കാണാത്ത അമ്മ, സ്വന്തം മക്കളായി കരുതുന്ന ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ
ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.